നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കീഴടക്കി. അതുകൊണ്ടാണ് ഈ കൊച്ചു വെളുപ്പാക്കാലത്ത് വന്നിരുന്ന് ക്ലാസ് എടുക്കുന്നത്. സൗണ്ടൊക്കെ മാറിയിരിക്കുകയാണ്, ജലദോഷമൊക്കെ ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് 2017 ഇതുപോലെ ഒരു ബാച്ച് ഉണ്ടായിരുന്നു. പരീക്ഷയുടെ തലേന്നായപ്പോഴത്തേക്കും ചൂട് കയറിയ ഒരു ബാച്ച്. പിന്നെ അവരെ പഠിപ്പിച്ച് സമയം പോയത് അറിഞ്ഞില്ല. രാത്രി 2 മണിയായി ക്ലാസ് കഴിഞ്ഞപ്പോ. പിന്നെ എല്ലാരും കൂടി സെന്ററിൽ കിടന്ന് ഉറങ്ങി. വീണ്ടും 5 മണിക്ക് എണീറ്റ് പഠിച്ചു. പക്ഷെ എല്ലാരും പാസ്സായി. ഫുൾ A+ വാങ്ങിച്ച കുട്ടികളുണ്ടായാലേ. സോ അതൊക്കെ ഒരു ഹാപ്പി മൊമെന്റ്സ് ആണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്, ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ്. ഒരു അഡ്രസ് നമ്മൾ എന്തിനാണ് എഴുതുന്നത്? കറക്റ്റ് അയാളിലേക്ക് തന്നെ കാര്യങ്ങൾ ചെന്നെത്താൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ അതേപോലെ ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ഏതെന്ന് പറയുന്നത്? ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ആ കോൺസെപ്റ്റ് വേഗത്തിൽ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് അതിനു വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോണിനെ ആദ്യം സങ്കല്പിക്കാം. 4px1. 4px1. അപ്പൊ ആ ഒരു ഇലക്ട്രോൺ ഞാൻ ഒന്ന് വരയ്ക്കുകയും കൂടി ചെയ്യാം. പിയിൽ 3 സബ്ഷെല്ലാണ് വരുന്നത്. അതിൽ ഒന്നിൽ ഒരു ഇലക്ട്രോൺ ഇരിപ്പുണ്ട്. അപ്പൊ ആ ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോ ആ അഡ്രസ് എങ്ങനെ നമുക്ക് പറയണം? നമ്മളൊരു ആറ്റത്തിന്റെ അകത്ത് 4ാമത്തെ ഷെല്ലിൽ പോകണം, അല്ലെ? ആ ഇലക്ട്രോണിനെ കാണണമെങ്കിൽ എവിടെ പോകണം? 4ാമത്തെ ഷെല്ലിൽ പോകണം. ആ 4ാമത്തെ ഷെല്ലിൽ പോകുമ്പോ അവിടെ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അതിൽ ആരെടുത്ത് പോകണം? പിയുടെ അടുത്ത് പോകണം. പിയിൽ ചെല്ലുമ്പോഴോ അവിടെ പി എക്സ് ഉണ്ട്, പി വൈ ഉണ്ട്, പി ഇസഡ് ഉണ്ട്. അവിടെ നമ്മൾ എവിടെ പോകണം? പി എക്സിൽ പോകണം. അതുപോലെ ഒരു സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് കാണും. ഒരാള് ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കും, ഒരാള് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കും. അതിൽ ആരെടുത്ത് പോകണം? അതിൽ ക്ലോക്ക് വൈസ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെടുത്ത് പോകണം, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്ന ആളെടുത്ത് പോകണം. അപ്പൊ ഇത്രയുമാണ് അഡ്രസ് എന്ന് പറയുന്നത്. ആദ്യം ഏത് മെയിൻ ഷെല്ലിൽ പോകണം, പിന്നെ സബ് ഷെൽ ഏതിൽ പോകണം, അതിൽ തന്നെ മാഗ്നറ്റിക് സ്പേഷ്യൽ ഓറിയന്റേഷൻ ഏതിൽ പോകണം, ലാസ്റ്റ് എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെടുത്ത് എത്താം, ഏതാണ് അയാൾ. അപ്പൊ 4 ക്വാണ്ടം നമ്പേഴ്സ് ആണ് നമുക്ക് ആവശ്യം. ഒന്നാമത്തത് മെയിൻ ഷെൽ ഏതെന്ന് പറയുന്നത്, രണ്ടാമത്തത് സബ് ഷെൽ ഏതെന്ന് പറയുന്നത്, മൂന്നാമത്തത് സ്പേഷ്യൽ ഓറിയന്റേഷൻ ഏതെന്ന് പറയുന്നത്, 4ാമത്തത് ഏത് സ്പിൻ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. സിമ്പിൾ എല്ലാവർക്കും അറിയായിരിക്കും. N, L, M and S. എന്നിന്റെ വാല്യൂ അത് മെയിൻ ഷെല്ലാണ്, അത് മെയിൻ എനർജി ലെവലാണ് സൂചിപ്പിക്കുന്നത്. ഒപ്പം അത് ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നും എത്ര അകലെ ഇരിക്കുന്നു എന്നും സൂചിപ്പിക്കുന്നു. ഈ പോയിന്റുകളൊന്നും മറക്കരുത്. എൽ എന്ന് അപ്പൊ അതിന്റെ വാല്യൂ 1, 2, 3 എക്സെട്ര ആയിരിക്കും. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഓരോ സബ്ഷെല്ലിനനുസരിച്ച് മാറും. അപ്പൊ എസിനാണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആണ്, പിക്കാണെങ്കിൽ അതിന്റെ വാല്യൂ 1 ആണ്, ഡിക്കാണെങ്കിൽ അതിന്റെ വാല്യൂ 2 ആണ്, എഫിനാണെങ്കിൽ അതിന്റെ വാല്യൂ 3 ആണ്. മറക്കരുത് ഇത്. അപ്പോ ഓർത്തിരിക്കുക, എല്ലിന്റെ വാല്യൂ ഓരോ സബ്ഷെല്ലിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. എമ്മിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൈനസ് എല്ലിൽ നിന്ന് തുടങ്ങി 0 വഴി പ്ലസ് എൽ വരെ എഴുതിയാൽ മതി. മൈനസ് എല്ലിൽ നിന്ന് തുടങ്ങി 0 വഴി പ്ലസ് എൽ വരെ എഴുതിയാൽ മതി. എസിന്റെ വാല്യൂ ഒന്നുകിൽ അത് ക്ലോക്ക് വൈസ് കറങ്ങും, അല്ലെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലസ് ഹാഫോ അല്ലെങ്കിൽ മൈനസ് ഹാഫോ വരാം. അപ്പൊ ഒരുമിച്ച് എഴുതുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഹാഫ് ആണ് സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ. നമുക്കിത് എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ, ഈ സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രം പരസ്പരം ഒരു ബന്ധമില്ലാതെ എഴുതിയിരിക്കുന്നത്. കാരണം യവന്മാരെല്ലാം തമ്മിലൊരു കണക്ഷൻ ഉള്ളത് പോലെ നമ്മൾ എഴുതിയിരിക്കുന്നത്. അതിന്റെ കാര്യമുണ്ട്. കാരണം സ്പിൻ ക്വാണ്ടം നമ്പർ ഒഴികെ ബാക്കി 3ഉം ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്ത ആൾക്കാരാണ്. സ്പിൻ ക്വാണ്ടം നമ്പർ മാത്രം അങ്ങനെ വന്ന ആളല്ല. അതുകൊണ്ടാണ് കൂട്ടത്തിൽപ്പെടാതെ അവൻ മാത്രം ഒറ്റയ്ക്ക് കിടക്കുന്നത്. അപ്പോ ഈ ക്വാണ്ടം നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ ക്വാണ്ടം നമ്പർ ആണോ ഈ തന്നിരിക്കുന്നത് എന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ഒന്ന് നോക്കാം. n is equal to 1, l is equal to 2, m is equal to 0, s is equal to plus half. ഈ ക്വാണ്ടം നമ്പർ സെറ്റ് ശരിയോ അല്ലയോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ n is equal to 1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഷെല്ല്,
L is equal to 2 എന്ന് പറഞ്ഞാൽ D സബ്ഷൻ. ഒന്നിലാകെ S മാത്രമേ ഉള്ളൂ. അതിൽ D ഉണ്ടോ? 1D. 1D is not possible. So ഈ കോണ്ടന്റ് നമ്പർ തെറ്റ്. ക്ലിയർ ആയോ? അടുത്തത് N is equal to 3, L is equal to 1, M is equal to 1, S is equal to minus half. N is equal to 3, third subshell. N is equal to 1. L is equal to 1 ആർക്കാ? S കഴിഞ്ഞ അടുത്ത ആൾ P ക്കാണ്. അപ്പോ 3P. Then M is equal to 1. സ്വാഭാവികമായിട്ടും L 1 ആണെങ്കിൽ M ന്റെ വാല്യൂ ഏതൊക്കെ വരാം? -1, 0, +1. ഈ മൂന്ന് വാല്യൂസ് വരാം. അതിലൊരു വാല്യൂ തന്നെ അല്ലേ 1 എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ വാല്യൂ ശരിയാണ്. S -half വരാം, +half വരാം. So this set of odd number is true. ഇങ്ങനെ ഒരെണ്ണം പോസിബിൾ ആണ്. അടുത്തത് N is equal to 5, L is equal to 2, M is equal to 3, S is equal to +half. നോക്കാം. N is equal to 5, അഞ്ചാമത്തെ സബ്ഷെൽ, സോറി അഞ്ചാമത്തെ ഷെൽ. L is equal to 2, 2 എന്ന് പറയുമ്പോഴത്തേക്കും D അല്ലേ? D. അപ്പൊ 5D. Yes, 5D ഉണ്ട്, 5D പോസിബിൾ ആണ്. M is equal to 3, no way. എന്താ കാര്യം? കാരണം L 2 ആണെങ്കിൽ M ന്റെ വാല്യൂ -2, -1, 0, +1, +2. അതുവരെ അല്ലേ പോവാൻ പറ്റൂ. ഇവൻ ആരടാ? ഇവൻ 3 എഴുതി വെച്ചിരിക്കുന്നത്. 3 എന്ന് പറയുന്ന നമ്പർ എങ്ങനെയാ വരിക? L 2 കിടക്കുന്നല്ലേ ഉള്ളൂ. തെറ്റ്. അപ്പൊ ഈ സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പർ പോസിബിൾ അല്ല. ക്ലിയർ ആയോ? അപ്പൊ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ അല്ല, ഒരു ലോ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വീട്ടിൽ 2 പേരുണ്ട്. സ്വാഭാവികമായിട്ടും 2 പേരുടെ പേര് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളുടെ സഹോദരി സഹോദരൻ ആരെങ്കിലും ആയിക്കോട്ടെ, 2 പേരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അപ്പൊ ഈവൻ ദോ നിങ്ങൾ 2 പേരാണെങ്കിൽ അഡ്രസ് നമ്മൾ നോക്കുമ്പോ എല്ലാം സെയിം ആയിരിക്കും, വീട്ടുപേര് അങ്ങനെയുള്ള കാര്യം. പക്ഷെ അഡ്രസ്സിൽ ആദ്യം എഴുതുന്നത് നിങ്ങളുടെ പേരല്ലേ. അപ്പൊ നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്ന നിങ്ങളുടെ പോലും അഡ്രസ് സെയിം അല്ല. ഇൻ ദ സെൻസ് ആദ്യം എഴുതുന്ന പേര് ഡിഫറെന്റ് ആണ്. സിമിലർലി ഇപ്പൊ ഞാൻ ആദ്യം വരച്ച ഫിഗറിൽ നിങ്ങൾ അതൊന്നും കൂടെ വരയ്ക്കാം. 4px, അതിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഇലക്ട്രോണിന്റെ, ഈ ഫസ്റ്റത്തെ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പേഴ്സ് എഴുതുമ്പോ എങ്ങനെ വരും? N is equal to 4, L is equal to P അല്ലേ? P എന്ന് പറയുമ്പോ 1, M is equal to ഞാൻ 1 എന്ന് തന്നെ കൊടുക്കുന്നു, S is equal to ഇതിന്റെ കാര്യമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുന്നു വിചാരിക്കുക. അപ്പോ -half എന്ന് ഞാൻ കൊടുക്കും. എങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പർ സെറ്റ് എങ്ങനെ വരും? N is equal to 4, L is equal to same, കാരണം px തന്നെ. അപ്പൊ 1, M is equal to 1 തന്നെ വരും. പക്ഷെ S എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? +half ആയിട്ട് മാറും. അതായത് തൊട്ടടുത്തടുത്തിരിക്കുന്ന 2 ഇലക്ട്രോൺസ് ആയിട്ട് പോലും അവരുടെ കോണ്ടന്റ് നമ്പേഴ്സ് എന്തായി? ഡിഫറെന്റ് ആയി. എവിടെയാ മാറ്റം വന്നത്? S എന്ന് പറയുന്ന സ്പിൻ കോണ്ടന്റ് നമ്പറിൽ. അതിന്റെ അർത്ഥം അടുത്തടുത്തിരിക്കുന്ന 2 ഇലക്ട്രോണിന് പോലും ഒരിക്കലും കോണ്ടന്റ് നമ്പർ സെയിം വരില്ല. അങ്ങനെ വന്നാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെ കാര്യം തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. സോ no 2 electrons in an atom will have all the 4 quantum numbers same. 4 quantum നമ്പറും സെയിം ആയിട്ടുള്ള 2 ഇലക്ട്രോൺസ് ഒരിക്കലും ഒരു ആറ്റത്തിനകത്ത് കാണില്ല. കത്തിയോ? ഏതാ റൂള്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ക്ലിയർ അല്ലേ? അപ്പൊ അതുകൂടി എന്നെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം. അത്രയാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സ്പേഷ്യൽ ഓറിയന്റേഷൻ കാണിക്കുന്ന ക്വാണ്ടം നമ്പർ ഏതാ? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാതെന്ന് വരാം, ശ്രദ്ധിച്ചെഴുതുക. അടുത്ത ടോപ്പിക്, ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ട് കമന്റിൽ വന്നൊരു ചാപ്റ്റർ ആണ് എസ് ബ്ലോക്കും പി ബ്ലോക്കും. അപ്പൊ അതെല്ലാം കൂടി പറയാൻ തന്നെ തീരത്തില്ല. ബട്ട് ഈവൻ ദോ എസ് ബ്ലോക്കിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്, സോൾവേ പ്രോസസ്. ചോദിക്കാതിരിക്കാം, അതൊക്കെ ലക്കാണ്. പക്ഷെ നമുക്കത് പഠിച്ചു പോകാം. ബി പ്രിപ്പയർഡ്. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പൊ സോൾവേ പ്രോസസ്, വാഷിംഗ് സോഡ എല്ലാരും കേട്ടിട്ടില്ലേ? വേഗം പറ. എന്താണ് ഇതിന്റെ ഫോർമുല? Na2CO3. അപ്പൊ Na2CO3 എന്ന് പറയുന്ന വാഷിംഗ് സോഡ നിർമ്മിക്കുന്ന കൊമേഴ്ഷ്യൽ പ്രോസസ്സിനെയാണ് സോൾവേ പ്രോസസ് എന്ന് വിളിക്കുന്നത്. Na2CO3 10H2O എന്നാണ് അതിന്റെ കറക്റ്റ് ഫോർമുല. പക്ഷെ നമ്മൾ Na2CO3 ആണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇതിന് ആദ്യമായിട്ട് വേണ്ടത് കുറച്ച് അമോണിയ. നാറ്റ കേസാണ്, അമോണിയയുടെ സ്മെൽ അറിയാലോ. അപ്പൊ അമോണിയ, കുറച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അപ്പൊ വാട്ടറിലേക്ക് ഈ 2 പേര്, ആരെയൊക്കെ? അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും നന്നായിട്ട് പമ്പ് ചെയ്യുക.
ഓക്കെ, അപ്പൊ അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എല്ലാം കൂടെ റിയാക്ട് ചെയ്തിട്ട് അമോണിയം കാർബണേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്ക് റിയാക്ഷൻ എഴുതാം. ആരൊക്കെയായിരുന്നു? അമോണിയ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, എല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ. ചേരുമ്പോൾ ഉണ്ടാകുന്നത് അമോണിയം കാർബണേറ്റ്, NH4 twice CO3. സോ അമോണിയം കാർബണേറ്റ് കിട്ടി. അമോണിയ, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നു അമോണിയം കാർബണേറ്റ് കിട്ടി. പക്ഷേ ഇവ ബിരുദന നിർത്തത്തില്ല, റിയാക്ഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. അപ്പോ ഈ അമോണിയം കാർബണേറ്റ് വീണ്ടും റിയാക്ട് ചെയ്യും. വേറെ ഇനി ആൾക്കാരൊന്നും ഇല്ലല്ലോ റിയാക്ട് ചെയ്യാൻ. റിയാക്ട് ചെയ്യുന്നത് ഇനി സ്വന്തം കുടുംബത്തിനടുത്ത് റിയാക്ട് ചെയ്യില്ല, അപ്പുറത്തവന്മാരെ കൊണ്ടേക്കാണ് പോകുന്നത്. അതായത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് അതെന്തായിട്ട് മാറും? അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആയിട്ട് മാറും. NH4 HCO3. NH4 HCO3 ആണ് അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബാലൻസ് ഒന്നും ചെയ്തല്ല പോകുന്നത്, ജസ്റ്റ് സ്റ്റഡി ദ റിയാക്ഷൻസ്. അപ്പൊ അങ്ങനെ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ് നമുക്ക് കിട്ടി. എന്റെ പൊന്നെ, നമുക്ക് വേണ്ടത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം എവിടെ? സോഡിയം നമുക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. ഉപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സോഡിയം ഇല്ലേ? സോഡിയം ക്ലോറൈഡ്. അപ്പൊ ഈ കോമ്പൗണ്ടിലേക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യും. അപ്പോ അമോണിയം ഹൈഡ്രജൻ കാർബണേറ്റ്, അതിലേക്ക് സോഡിയം ക്ലോറൈഡ് എത്തി. അമോണിയത്തിന്റെ ഒറിജിനൽ നായിക ഇപ്പോഴാണ് എത്തിയത്. അമോണിയവും ക്ലോറിനും എന്തായിട്ട് മാറി? അമോണിയം ക്ലോറൈഡ്. സോ അമോണിയം ക്ലോറിനും ചേർന്ന് അവരുടെ പാട്ടിന് അവരെ കുറിക്കുള്ളൂ. പിന്നെ ആരൊക്കെയാ ഉള്ളത്? ഹൈഡ്രജൻ കാർബണേറ്റും സോഡിയവും എന്തായിട്ട് മാറും? സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ബൈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എഴുതിയാലോ, അമോണിയം ക്ലോറിനും ചേർന്ന് അമോണിയം ക്ലോറൈഡ്. ഇവരാരടാ? വാഷിംഗ് സോഡ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ബേക്കിംഗ് സോഡ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. സിമ്പിൾ അല്ലേ? എന്ത് ചെയ്താൽ മതി? ബേക്കിംഗ് സോഡ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഒന്ന് ചൂടാക്കി കൊടുക്ക്, എന്തായി മാറിക്കോളും? സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറിക്കോളും. പക്ഷെ പ്രത്യേകത, ഇവിടെ ഉണ്ടാകുന്ന സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് വെള്ളത്തിൽ നന്നായിട്ട് അലിയില്ല. കാരണം വെള്ളത്തിൽ വെച്ചിട്ടാണല്ലോ റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പൊ അത് ക്രിസ്റ്റൽസ് ആയിട്ട് പുറത്തേക്ക് വരും. അങ്ങനെ ക്രിസ്റ്റൽസ് ആയിട്ട് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ക്രിസ്റ്റൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്യുമ്പോ അത് Na2CO3 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ക്ലിയർ ആയില്ലേ? ബൈ പ്രോഡക്റ്റ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകും. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ബാലൻസ്ഡ് അല്ല, ബാലൻസ് ചെയ്തെടുത്തോളണം. അപ്പോ സോഡിയം കാർബണേറ്റ് നിർമ്മിക്കാനായിട്ട് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് അതിന്റെ ക്രിസ്റ്റൽസിന്, അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്, അത് വളരെ സൊല്യൂബിൾ അല്ല. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് വളരെ സൊല്യൂബിൾ അല്ല. ഈ കോമ്പൗണ്ട് വെള്ളത്തിൽ സൊല്യൂബിൾ അല്ലാത്തത് കൊണ്ട് ക്രിസ്റ്റൽസ് ആയിട്ട് സെപ്പറേറ്റ് ഔട്ട് ചെയ്യും. അതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് സോഡിയം കാർബണേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തുകൊണ്ട് സോഡിയം കാർബണേറ്റിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാമെങ്കിൽ പൊട്ടാസ്യം കാർബണേറ്റിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തൂടെ? നോ വേ. എന്താ കാര്യം? ബിക്കോസ് അതിൽ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് ഉണ്ടാവുമല്ലോ ഈ സ്റ്റെപ്പ് എത്തുമ്പോൾ. ആ പൊട്ടാസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് വെള്ളത്തിനെ വിട്ട് വരില്ല. കാരണം വെള്ളത്തിൽ അത്ര സൊല്യൂബിൾ ആണ്, വെള്ളത്തിൽ അലിഞ്ഞങ്ങ് കിടക്കും. അങ്ങനെ അലിഞ്ഞു കിടക്കുന്നവനെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലേ. അപ്പൊ അതുകൊണ്ട് സോൾവേ പ്രോസസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ പൊട്ടാസ്യം കാർബണേറ്റ് പ്രിപ്പറേഷൻ. ഈസി അല്ലേ? അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു റിയാക്ഷൻ കൂടി പറഞ്ഞു തരാം. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷനും കോൾ ഗ്യാസിഫിക്കേഷനും. കോൾ, കാർബൺ. കോൾ എന്ന് വെച്ചാൽ കാർബൺ. കാർബൺ നല്ല കുറെ കോക്കൊക്കെ എടുത്തിട്ട്, അതായത് കോൾ എടുത്തിട്ട് അതിലേക്ക് വളരെ നല്ല രീതിയിൽ ആവി കയറ്റി അങ്ങ് വിടുക. ആവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? ആവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? വാട്ടർ. അപ്പോ വാട്ടർ അഥവാ സ്റ്റീം വെച്ച് നമ്മൾ റിയാക്ട് ചെയ്യിപ്പിക്കുക. ആരെ റിയാക്ട് ചെയ്യിപ്പിക്കുക? കോക്കിനെ റിയാക്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോ നിങ്ങൾക്ക് രണ്ട് ഗ്യാസുകൾ കിട്ടും. ഏതൊക്കെയെന്നറിയാമോ? ഒന്ന് വളരെ കനം കുറഞ്ഞ ഗ്യാസ്, ഡെൻസിറ്റി വളരെ കുറഞ്ഞ ഗ്യാസ്, ഹൈഡ്രജൻ ഗ്യാസ്. പിന്നെയോ അത്ര ശ്വസിക്കാൻ നല്ലതല്ലാത്ത ഗ്യാസ്, കാർബൺ മോണോക്സൈഡ്, പോയിസണസ് ഗ്യാസ്. ഈ രണ്ടും കൂടി മിക്സ്ചർ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോ വെൻ കാർബൺ റിയാക്ട് വിത്ത് സ്റ്റീം അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ എന്തൊക്കെയായിട്ട് മാറും? അത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ. ആൻഡ് ദിസ് മിക്സ്ചർ ഈസ് കോൾഡ് വാട്ടർ ഗ്യാസ്.
ഈ വാട്ടർ ഗ്യാസിനെ നമ്മൾ എഥനോളിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിന്തസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് സിന്തസിസ് ഗ്യാസ്. സിന്തസിസ് എന്ന വേർഡ് വളരെ വലുതായിട്ട് തോന്നി ആർക്കോ, അതുകൊണ്ട് അയാൾ അതിനെ ചുരുക്കി വിളിച്ചു സിൻ ഗ്യാസ്, SYN, സിൻ ഗ്യാസ്. അപ്പൊ അതാണ് വാട്ടർ ഗ്യാസിന്റെ പ്രൊഡക്ഷൻ. വാട്ടർ ഗ്യാസിന്റെ മറ്റൊരു പേരാണ് സിന്തസിസ് ഗ്യാസ് ഓർ സിൻ ഗ്യാസ്. ഈ റിയാക്ഷൻ, കോളിൽ നിന്ന് വാട്ടർ ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ റിയാക്ഷനെ അറിയപ്പെടുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. എന്നറിയപ്പെടും കോൾ ഗ്യാസിഫിക്കേഷൻ. ഇനി ഇതിനകത്ത് നിന്ന് കൂടുതൽ ഹൈഡ്രജൻ കിട്ടണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉണ്ടായ കാർബൺ മോണോക്സൈഡിനെ വീണ്ടും സ്റ്റീം പാസ് ചെയ്യിപ്പിക്കുക. അപ്പോ കാർബൺ മോണോക്സൈഡ് എഗെയിൻ റിയാക്ട് വിത്ത് സ്റ്റീം. അത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് ആ റിയാക്ഷൻ നടക്കുന്നത്. അയണൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ഈ കാർബൺ മോണോക്സൈഡ് വീണ്ടും ഓക്സിജനോട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്മുടെ ശ്വാസം കാർബൺ ഡയോക്സൈഡ്. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും along with ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്ഷൻ ആണ് ഈ രണ്ടാമത് പറഞ്ഞത്. കാർബൺ മോണോക്സൈഡിനെ അഗെയിൻ സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് കാർബൺ ഡയോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഈ റിയാക്ഷൻ അറിയപ്പെടുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. സിമ്പിൾ അല്ലേ? അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പരീക്ഷ നന്നായിട്ട് പോയി എഴുതുക. എല്ലാവരും +2 ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണം. എല്ലാവരും നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവർ കാണും. എന്നെ പോലെയൊക്കെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ നെറ്റ്വർക്ക് ഒക്കെ വളരെ ലോ ആണ്. അപ്പൊ അതുകൊണ്ട് നെറ്റ്വർക്ക് ലോ അല്ലെങ്കിൽ പങ്കെടുക്കാൻ എന്തെങ്കിലും അസൗകര്യം ഉള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം പറയുന്നു, +2 മുഴുവൻ ക്ലാസ് ഒന്നും യൂട്യൂബ് വീഡിയോ ഇടാനൊന്നും പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു കോൺടാക്ട്, നമ്പർ താഴെയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്യുക. അത്തരം കാര്യങ്ങൾ നോക്കി പറ്റുന്ന ടോപ്പിക് ആയിട്ട് എപ്പോഴും അയക്കാവൂ. ഈ ടോപ്പിക്ക് സംശയമുണ്ട് എന്ന് അയച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിന്റെ വീഡിയോ ചെയ്തിടാൻ മാക്സിമം ശ്രമിക്കാം. ഒറ്റ കാര്യമാണ് വേണ്ടത്, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് +2 പൊളിക്കണം. എക്സാം കഴിയുമ്പോൾ ആരും മറന്നിട്ട് പോകരുത്. കൂടെ കാണും.